9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അഥവാ ആറ്റത്തിന്റെ ഘടന. ആറ്റം എന്നത് ഒരു മാറ്ററിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് അഥവാ ഒരു പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഘടകം. ഈ ആറ്റത്തിനെ പറ്റിയുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഈ ഒരു സിമ്പിൾ വീഡിയോയിലൂടെ പഠിച്ചാലോ? ആറ്റത്തിൽ മെയിൻ ആയിട്ട് 3 സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണുള്ളത്: ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആറ്റത്തിന് സ്ഫെറിക്കൽ ഷേപ്പ് ആണ് അഥവാ ഗോളാകൃതിയിലാണ്. ആറ്റത്തിന്റെ സെന്റർ കേന്ദ്രഭാഗത്ത് ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ഈ ന്യൂക്ലിയസിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺസും അതേപോലെ ന്യൂട്രൽ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസും കാണപ്പെടുന്നത്. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ടോട്ടൽ എണ്ണത്തെ നമുക്ക് മാസ് നമ്പർ എന്ന് വിളിക്കാം. മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോൺസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം ലഭിക്കും. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സർക്കുലർ പാത്തിനെ ഓർബിറ്റ്സ് അഥവാ ഷെൽസ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഈ ഓർബിറ്റ്സിലൂടെ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഒരു ആറ്റത്തിലെ ഷെൽസിനെ K, L, M, N എന്നിങ്ങനെ പേര് കൊടുക്കാം. ഒന്നാമതായിട്ടുള്ള K ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തേതായിട്ടുള്ള L ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുക. M ഷെല്ലിൽ 18 ഇലക്ട്രോൺസും അതേപോലെ N ഷെല്ലിൽ 32 ഇലക്ട്രോൺസുമാണ് ഫിൽ ചെയ്യാൻ പറ്റുക. പക്ഷേ വാലൻസ് ഷെല്ലിൽ അഥവാ ബാഹ്യ ഓർബിറ്റിൽ 8 ഇലക്ട്രോൺസ് മാത്രമേ ഫിൽ ചെയ്യാൻ പറ്റൂ. ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്ന രീതിയെ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നു. ഉദാഹരണമായിട്ട് അലൂമിനിയം ആറ്റം കൺസിഡർ ചെയ്യാം. അലൂമിനിയം ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. അതായത് ഇലക്ട്രോൺസിന്റെ എണ്ണം 13 ആണ്. ഒന്നാമത്തെ ഷെല്ലായ K ഷെല്ലിൽ 2 ഇലക്ട്രോൺസും അതേപോലെ രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ലിൽ 8 ഇലക്ട്രോൺസും മൂന്നാമതായിട്ടുള്ള M ഷെല്ലിൽ 3 ഇലക്ട്രോൺസുമാണ് ഉണ്ടാവുക. അതായത് ഓർഡറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് K, L, M, N എന്നിങ്ങനെ ഓർഡറിൽ നമുക്ക് 2, 8, 3 എന്ന് കിട്ടും. ഇതാണ് അലൂമിനിയം ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക എന്ന് മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്കായ ഒരു ക്വസ്റ്റ്യൻ: ആർഗൺ വിത്ത് ആറ്റോമിക് നമ്പർ 18. അപ്പോൾ 18 ആറ്റോമിക് നമ്പറായ ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും. ബൈ.